ഞാൻ ശ്രീമതി കെ രമയിലേക്ക് MLA സ്പീക്കർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പാർട്ടി വൃത്തങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ കള്ളമാണ്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ കള്ളമാണ്, ഒന്നും ഉണ്ടായില്ല, അത്തരത്തിലൊരു നടപടിക്രമങ്ങൾ ഉണ്ടായില്ല, TP ചന്ദ്രശേഖരൻ കേസ് പ്രതികൾ കൊടും കുറ്റവാളികളാണ്, അവരെ പുറത്തുവിടൽ ഞങ്ങളുടെ അജണ്ടയിലേ ഇല്ല എന്ന് MV ജയരാജൻ അടക്കം പറയുന്നുണ്ട്. അതിനിടയിൽ ഈ പറയുന്ന കത്തയച്ച അല്ലെങ്കിൽ ഈ പറയുന്ന നടപടിക്രമങ്ങൾക്ക് തുടക്കമിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പക്ഷേ ഇന്ന് സബ്മിഷൻ സമർപ്പിക്കുന്നതിന് ഏതാനും മിനിറ്റ് മുമ്പ് സസ്പെൻഷൻ. തെറ്റുപറ്റിയത് നമുക്കാണോ അതോ സർക്കാരിനാണോ ശ്രീ കെ രമ? അല്ല, ഹാഷ്മി, ഇപ്പോൾ സർക്കാരിൻ്റെ വാദങ്ങൾ കേട്ടാൽ വിചാരിക്കും നമുക്ക് എന്തോ തെറ്റ് പറ്റിപ്പോയി. ഇതിനകത്ത് നമുക്കിത് ഒരു വെളിപാടുണ്ടായിട്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടുകയും ഈ TP കേസിലെ പ്രതികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത് നമ്മൾ ആ വെളിപാടിൻ്റെ ഭാഗമായിട്ട് വിളിച്ചു പറയുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതാണല്ലോ ഇന്ന് നിയമസഭയിലും അതുപോലെ തന്നെ അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലും എല്ലാം കാര്യങ്ങൾ ഇപ്പോൾ CPM നേതാക്കന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഇങ്ങനൊരു കത്ത് പോയിട്ടില്ല, ഇങ്ങനൊരു അന്വേഷണം ഉപജാപക സംഘത്തിൻ്റെ ഉള്ള ഉദ്യോഗസ്ഥരുടെ, ജയിൽ ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പറയാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരാണോ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്? അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പണിയെടുക്കാൻ കഴിയുമ്പോൾ സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിശ്വാസമില്ലാതെ ഈ സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? അങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് വേണോ നമുക്ക്? എന്തൊക്കെ നാടകങ്ങളാണ് ഹാഷ്മി കേൾക്കുന്നത്? ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ തീരുമാനിക്കാൻ സാധിക്കുമോ? ഉദ്യോഗസ്ഥന്മാർക്ക് എവിടെ നിന്നാണ് ലീസ്റ്റ് കിട്ടുന്നത്? ഈ ലീസ്റ്റ് അവരുടെ കയ്യിൽ കിട്ടുകയാണല്ലോ. 3/6/2024 കത്ത്, സർക്കാരിൻ്റെ കത്ത് പ്രകാരവും 25/11/2022 സർക്കാർ ഉത്തരവ് പ്രകാരവുമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുള്ളത്. ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ 3 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തു. അവരെ നടപടിയെടുത്തുകൊണ്ട് സർക്കാർ തൽക്കാലം തങ്ങളുടെ ഭാഗത്ത് വന്ന ഇതിനെ മറികടക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവം ആ ഉദ്യോഗസ്ഥന്മാർ ബലിയാടായി. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഈ ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ബലിയാടാവാൻ പോവുകയാണ്. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കലും ഇത് എഴുതി ചേർക്കാൻ സാധിക്കില്ലല്ലോ ഹാഷ്മി. അങ്ങനെ നടക്കുമോ? എങ്ങനെയാവും? ഈ ഉത്തരവിൽ വളരെ കൃത്യമായി ഉത്തരവിൻ്റെ ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ലീസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടെ ഉപദേശക സമിതിയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും ഒക്കെ അവരുടെയൊക്കെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് കൂട്ടിച്ചേർത്തത്. ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് ചെയ്താൽ അവർക്കിനി മറ്റൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. തൽക്കാലം സർക്കാർ തടിയൂരി. ഇവിടെ ഒരു ജയിൽ സൂപ്രണ്ട് നിയമവിരുദ്ധമായി ഒരു കാര്യം ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് ക്രമസമാധാനത്തിൽ ഉത്സുകരായ പോലീസ് സംഘം ഇറങ്ങി പുറപ്പെടുകയാണ് ഓരോരോ ദിശയിൽ, താങ്കളുടെ ഓഫീസിലേക്ക്, താങ്കളുടെ വീട്ടിലേക്ക്. അത് ചുക്ലി പോലീസ് ആവട്ടെ, പാനൂർ പോലീസ് ആവട്ടെ, ട്രൗസർ മനോജിനുള്ള പോലീസ് ആവട്ടെ. അപ്പോൾ അവർ കൃത്യനിഷ്ഠയിൽ ഒരുപാട് മുന്നിലാണ്. അപ്പോൾ കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്നൊന്നും ആരും പറയരുത് ശ്രീമതി കെ രമ. അല്ല, അതെ ഹാഷ്മി, തീർച്ചയായിട്ടും അവർ മുൻകൂട്ടി കാര്യങ്ങൾ അവർക്കെന്താ ഒരു ദിവ്യദൃഷ്ടിയുണ്ട്. ഇതൊക്കെ എടുത്ത് ഇവിടെ നമ്മുടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എത്ര മെച്ചപ്പെട്ട പോലീസ് സേനയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് സേന. ആ ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് TP കേസിലെ പ്രതികളെ ഇതിന് ഉൾപ്പെടുത്തിയാൽ എന്താ നല്ലത്, അതവർ പുറത്തു വന്നാൽ നല്ലതല്ലേ, അവർ ചെയ്യാത്ത കുറ്റത്തിനല്ലേ അകത്ത് കിടക്കുന്നു എന്നൊക്കെ ആലോചന അവർ നടത്തിയിട്ട് ലീസ്റ്റ് ഉണ്ടാക്കിയിട്ട് അന്വേഷിക്കാൻ വന്നതാണ്. സർക്കാർ 22-ാം തീയതി നിയമസഭയിൽ പറഞ്ഞത് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ്. 22-ാം തീയതി ഉച്ചയ്ക്ക് ജയിൽ മേധാവിയുടെ പ്രസ് റിലീസ് വരികയാണ്, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ആ 22-ാം തീയതി വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴിയെടുക്കാൻ എൻ്റെ അടുത്ത് നേരിട്ട് വരികയാണ്. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇന്നലെ മറ്റൊരു പ്രതിക്ക് വേണ്ടി വീണ്ടും വിളി വരികയാണ്. ഇതൊക്കെ സർക്കാർ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് ഇതൊന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. ഈ വിവാദമായ ഒരുപക്ഷെ ഈ നോട്ടീസ് അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം, നമ്മളെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം, ഇത്തരത്തിലൊരു പ്രസ് റിലീസൊക്കെ നടത്തിയതിന് ശേഷം പോലീസ് മേധാവിക്ക് ആവശ്യപ്പെടാലോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിവെക്കണം, ഇനി ഇതുമായിട്ട് പോകരുത് എന്ന് പറയേണ്ട ബാധ്യത അവർക്കില്ല. അത് പറഞ്ഞോ? അല്ല, അത് പുറത്തു പറയുന്നതല്ലേ സാർ? അത് പുറത്ത് കണ്ണിൽ ഒരു കുത്ത് പൂഴിവാരിയിടലല്ലേ? അത് കണ്ണിൽ ഒരു കുത്ത് പൂഴിവാരിയിടില്ല. ഇതിപ്പോൾ 2018 നിർദ്ദേശം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തടവുകാർക്ക് ഇളവ് അനുവദിച്ചുകൂടാ എന്നത് 2022 മാറ്റുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യ മാനദണ്ഡം പൂർത്തിയായി. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും 1/3 ഇളവ് അനുഭവിച്ച, അല്ലെങ്കിൽ തടവ് ശിക്ഷയേക്കാൾ 1/3 ഇളവ് അനുഭവിച്ചവർക്ക് ആനുകൂല്യത്തിന് അർഹതയില്ല എന്ന രണ്ടാമത്തെ കടമ്പ അത് പ്രസൻസ് ആക്ടിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാറ്റുന്നു. അതിനുശേഷം കത്ത്, അതിനുശേഷം സൂപ്രണ്ടിൻ്റെ ഈ തീരുമാനം. ഇത് പടിപടിയായി നടക്കുന്നതല്ലേ ശ്രീമതി കെ രമ? അതല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് എന്തോ പിഴവ് പറ്റി അവരെ അങ്ങ് മാറ്റിയേക്കാമെന്ന് കണ്ണിൽ പൂഴി വാരിയിടലല്ലേ?
അല്ല, ഇവരുടെ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഹാഷ്മി ഈ TP കേസിലെ പ്രതികളെ പുറത്തുവിടുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ സർക്കാർ മാറുന്നതിൻ്റെ മുന്നേ ഈ പ്രതികളെ പുറത്തുവിടാനുള്ള എല്ലാ നീക്കവും എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തും. അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് ആദ്യം അതിനകത്ത് 2018 മാറ്റം വരുത്തി 22 പുതിയൊരു ഓർഡർ ഇടുന്നു. അതിനുശേഷം നേരത്തെ ഹാഷ്മി പറഞ്ഞ പരോളിൻ്റെ 1/3 ഭാഗത്തിന് വെച്ചിട്ട് അത് സ്വീകരിക്കുന്നു. അതിനുശേഷം ഇപ്പം ഇങ്ങനെയൊരു നീക്കം വീണ്ടും നടത്തുകയാണ്. എന്നാൽ പടിപടിയായിട്ട് നിയമത്തിൽ എന്തൊക്കെ വകുപ്പുകൾ മാറ്റിക്കൊണ്ട് എന്തൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തൊക്കെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പുറത്തുവിടാൻ കഴിയുമോ എന്നുള്ള ആലോചന തന്നെയാണ് സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ. ഇതൊക്കെ മാറ്റിയത് TP കേസിലെ പ്രതികൾക്ക് വേണ്ടിയാണെന്നേ, അതുവേണ്ടി മാത്രമാണ്. അതിലെന്ത് സംശയം? അത് ഈ നാട്ടിലെ ഏത് കൊച്ചു കുട്ടിക്കാണ് അറിയാത്തത്? അത് എല്ലാവർക്കും അറിയാം. അതാണ് ഈ പരോൾ വഴിവിട്ട. നിങ്ങൾക്ക് കേട്ടോ, നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും പ്രതിക്ക് എത്ര പ്രതികൾ കിടക്കുന്നു? ഏതെങ്കിലും പ്രതിക്ക് ഇതുപോലെ പരോളും ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടുണ്ടോ? ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ 2024 ഫെബ്രുവരി 27 ഇവർക്ക് ഇരട്ട ജീവപര്യന്തമാക്കുകയും 20 വർഷത്തേക്കും തടവിന് ശിക്ഷിക്കുകയും 2 പ്രതികളെ അഡീഷണലായി ചേർക്കുകയും ചെയ്തല്ലോ ഹാഷ്മി. നമ്മൾ നോക്കുക, ആ 2 പ്രതികളിൽ ഒരു പ്രതി ഇപ്പോഴും എവിടെയാണ്? അതൊരു ആ പ്രതി ഇപ്പോഴും ജയിലിൽ പോയിട്ടില്ല. ജയിലിൽ എത്ര ആളുകൾക്ക് അസുഖമുണ്ട്? ആ അസുഖമുള്ള ആളുകൾക്ക് കേൾക്കാൻ പ്രിസണേഴ്സിൻ്റെ പ്രത്യേക സെല്ലുണ്ട്, ഹോസ്പിറ്റൽ സെല്ലുണ്ട്. അവിടെ കിടന്ന് ചികിത്സിക്കണമെന്നാണ്, അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിൽ പ്രത്യേക വാർഡിൽ കിടത്തി ചികിത്സിപ്പിക്കണമെന്നാണ്. പക്ഷേ എന്തുകൊണ്ട് TP കേസിൽ ഈ പ്രതിക്ക് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക VIP റൂം അല്ലെ എന്താ സ്യൂട്ട് റൂം, ആ സ്യൂട്ട് റൂമിൽ ചികിത്സ കിട്ടുന്നു? അത് അന്വേഷിക്കണ്ടേ? അത് കിട്ടുന്നത് ഈ കേസിലെ പ്രതികൾക്ക് വേണ്ടി പാർട്ടി നിലകൊള്ളുന്നു, ഭരണ സംവിധാനം നിലകൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. എത്ര ജയിൽ പുള്ളികളുണ്ട് നമ്മുടെ പല ജയിലുകളിലായിട്ട്, എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്കൊരു ചെറിയ വേദനയുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഓടിയെത്തുകയാണല്ലോ CPM നേതാക്കന്മാർ. ചില്ലറക്കാരൊന്നല്ലല്ലോ ഓടിയെത്തുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ ഇത് വാർത്തയാകുമ്പോഴും ഇന്നലെ ഈ ട്രൗസർ മനോജ് എന്ന ക്രിമിനലിന് വേണ്ടി ചുക്കുളി പോലീസ് ഉദ്യുക്തരായി ഇറങ്ങുന്നതാണ്. ഇന്നലെ താങ്കളോട് ചോദിക്കുന്നത് എന്താണ്? ഇത്രമാത്രം വാർത്താ കോലാഹലം ഉണ്ടാകുന്നു, സഭയിൽ സർക്കാർ നാണം കെട്ട് മുഖം വികൃതമായി നിൽക്കുന്നു, സ്പീക്കർക്ക് പച്ചക്കള്ളം പറയേണ്ടി വരുന്നു സഭാനാഥന്റെ ഡയസിൽ ഇരുന്നു കൊണ്ട്. എന്നിട്ടും ഇന്നലെ ചുക്കുളി പോലീസ് വന്ന് താങ്കളോട് ചോദിക്കുന്നത് എന്താണ് രമ? അതെ, ചോദിക്കുകയാണ്. ഈ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്, വിട്ടയക്കാനുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇരയാക്കപ്പെടുന്ന ബന്ധുക്കളുടെ അടുത്തുനിന്നുള്ള മൊഴി എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങയുടെ അടുത്തുനിന്ന് മൊഴി എടുക്കാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് വന്ന് കാണാൻ. ഇപ്പം നിയമസഭയുണ്ടോ, നേരിട്ട് കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് ഫോണിൽ കൂടെ മൊഴി എടുത്തു. ഈ മൊഴി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ജയിൽ വകുപ്പിന് കൊടുക്കണമെന്നാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശമാണ് അവർ പാലിക്കുന്നത്. ആ നിർദ്ദേശം പാലിക്കുന്നതുകൊണ്ടാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ ഉപജാപക സംഘത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. മേലാവിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ പാവം ഉദ്യോഗസ്ഥർ നിർബന്ധിതരാണ്. അത് പോലീസ് സൂപ്രണ്ട് ആവട്ടെ, ഇനി ജില്ലാ പോലീസ് മേധാവി ആവട്ടെ, അല്ലെങ്കിൽ ഉളുപ്പില താങ്കളുടെ വീട്ടിലേക്ക് താങ്കളുടെ ഭർത്താവിനെ കൊന്ന പ്രതികളെ വിടുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലീസുകാരാവട്ടെ, എല്ലാവരും നിസ്സഹായരാണ്. നിർദ്ദേശം മേലാവിലാണ്. അതെ, അതുകൊണ്ടാണ് അവരെ ഇപ്പൊ ബലിയാടാക്കിയത് ഹാഷ്മി. ഈ 3 പേരെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തത്. അവർ മേലെ നിന്നുള്ള ഉത്തരവ് അനുസരിക്കല്ലാതെ അവർക്ക് പറ്റുമോ? അവർ ആ ഉത്തരവിനനുസരിച്ചിട്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവർക്ക് എന്താ ഞാൻ നേരത്തെ വെളിപാടുണ്ടാവുകയാണ് ഈ കേസിലെ. അങ്ങനെയാണെങ്കിൽ 4 പേരെ ആ മാനദണ്ഡപ്രകാരമാണ് 4 പേരെ മാത്രമല്ലല്ലോ. TP കേസിൽ 12 പേർ ഇപ്പം ശിക്ഷ അനുഭവിച്ച് ജയിലിലുണ്ടല്ലോ. ആ 12 പേരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണ്ടേ? 10 വർഷം കഴിഞ്ഞ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചതെങ്കിൽ 10 പേരെയും എന്തുകൊണ്ട് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല? 4 പേരെ മാത്രം. ഇവർക്ക് എന്താ ഈ 4 പേരോട് മാത്രം ജയിൽ സൂപ്രണ്ടിന് പ്രത്യേക മമതയുണ്ടോ? അതുമാത്രമുണ്ടോ? പക്ഷേ ഇതൊക്കെ സർക്കാരിൻ്റെ കൃത്യമായ നിർദ്ദേശവും ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശവുമാണ് ഹാഷ്മി. കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളെ സർക്കാരിനെ കുഴപ്പത്തിലാക്കും. അവർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കണം, അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം, സുഖിപ്പിക്കണം. അത്രയേ സർക്കാർ ഉദ്ദേശിച്ചുള്ളൂ. ഇതിങ്ങനെ പുറത്തു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല, വിവാദമാകുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചില്ല. ഇത് ലിസ്റ്റ് എടുത്താൽ ഫൈനൽ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ ലിസ്റ്റ് വെട്ടിക്കളയാം, അത് ഉറപ്പാണ്. കാരണം ഹൈക്കോടതിയുടെ വിധിയുള്ളപ്പോൾ ഈ ഫൈനൽ ലിസ്റ്റിൽ ഇവർ ഉൾപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഈ പ്രതികൾക്ക് പറയാലോ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നടത്തിയെന്നുള്ളത്. ആ ഒറ്റ കാര്യമേ ഇതിനകത്തുള്ളൂ. ഞങ്ങൾ സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്, പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട്. അതിനു വേണ്ടി ശ്രമമൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല.
എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ഈ പ്രതികളെ സന്തോഷിപ്പിക്കാലോ. ആ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായി ബലിയാടായത് ഈ പാവം ഉദ്യോഗസ്ഥന്മാരാണ്. ഞാൻ വിചാരിക്കുന്നു എൻ്റെ അടുത്ത് ഇനി മൊഴിയെടുക്കാൻ വിളിച്ച ഉദ്യോഗസ്ഥന്മാരെ പോലും നാളെ നടപടിയെടുത്തു എന്നുള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി ഈ ലീസ്റ്റ് എങ്ങനെ പുറത്തുപോയി എന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ടാവും അവിടെ. അതാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഹാഷ്മി നോയിക്കൊണ്ട് 2 ദിവസം കഴിഞ്ഞാൽ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരാളെ പുറത്തു വിട്ടു എന്നുള്ള വിവരമൊക്കെ നമുക്ക് കേൾക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. നടപടിയെടുത്താൽ നടപടി സ്വീകരിക്കണം. അല്ലല്ല, ഈ കത്ത് പുറത്തു പോയതിലടക്കം അന്വേഷണം ഉണ്ട്. അത് എം പി രാജേഷിന്റെ മന്ത്രിയുടെ പുറത്തുവന്ന വാർത്താക്കുറിപ്പിൽ വായിച്ചാണ്ട് ഓർമ്മ. നന്ദി ശ്രീമതി കെ കെ രമ. എന്തായാലും താങ്കൾ മറ്റൊരു ചർച്ചയിലേക്ക് പോകണം. താങ്ക് യു. അല്പസമയമാണെങ്കിൽ ചർച്ചയ്ക്ക് കത്ത് പുറത്തു വന്നത് മാത്രമാണ് അവർക്ക് വിഷയം. കത്ത് പുറത്തു വന്നതാണ് അവർക്ക് വിഷയം. കത്തിൽ ഈ പേര് വന്നത് എങ്ങനെയെന്നതല്ല വിഷയം. കത്ത് പുറത്തു വന്നതാണ് വിഷയം. അതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, താങ്ക് യു ശ്രീമതി കെ കെ രമ.